നമുക്ക് ഒരുമിച്ചൊരു യാത്ര വേണ്ട. വൈദ്യര് സമ്മതിക്കില്ല. ഞാൻ പോയി അമ്മയെ കൂട്ടിക്കൊണ്ടുവരാം. അതുപോലെ അരുന്ധതി വന്നിട്ടില്ല. ഞാൻ തനിച്ചേ ഉള്ളൂ. നിന്നെ ആരും ഇവിടെ വിളിച്ചില്ലല്ലോടാ. പിന്നെ എന്തിനാ എഴുന്നള്ളിയത്? ഈ നാറിയ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോടാ? അറിഞ്ഞൊന്ന് കൈ കിട്ടാൻ ഞാനും അന്വേഷിച്ച് നടക്കായിരുന്നു അച്ഛാ. ഇത്ര സുന്ദരമായി മുന്നിൽ തന്നെ വന്നു നിന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല. അരുന്ധതിയുടെ അമ്മയില്ലേ ഇവിടെ? എന്താ, നിനക്ക് അമ്മയും വേണോ? ദൈവദോഷം പറയരുത്. അരുന്ധതി ഗർഭിണിയാണ്. അവൾക്ക് ചില ചികിത്സകളും വേണ്ടി വന്നിരിക്കുന്നു. അമ്മയെ കാണണമെന്ന് അവൾക്കൊരാഗ്രഹം. നിങ്ങളുടെയൊക്കെ സമ്മതത്തോടെ അമ്മയെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. വൈരാഗ്യം മറന്ന് നിങ്ങൾ എല്ലാവരും എന്നെ സഹായിക്കണം. ബാലേന്ദ്ര, സംസാരിച്ചിരിക്കാൻ അഴിച്ച് വീഴ്ത്തണവനെ. അനുസരിക്കില്ലല്ലേ? എന്നോടൊപ്പം അയച്ചില്ലെങ്കിൽ സാരമില്ല, അവരെ തല്ലരുത്. അത് എന്റെ ഭാര്യ തരണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കണം. അടിക്കണ്ട. മേലാളി പഠിക്കാത്ത കയറി പോരുത്. തിരിച്ചു തല്ലാനാവാഞ്ഞിട്ടല്ല. ഞാൻ എന്റെ അരുന്ധതിക്ക് വാക്ക് കൊടുത്തുപോയി. അവളുടെ അച്ഛനെ ഏട്ടന്മാരെ ഒന്നും ചെയ്യില്ല. ആ വാക്കെനിക്ക് പാലിക്കണം. നിങ്ങളുടെ കൈപ്പിഴ കൊണ്ട് ഒരു മാറാ രോഗിയായി മാറിയിരിക്കുക അവളിപ്പോ. അവൾ ഏതു സമയവും മരിക്കാം. ഇപ്പൊ സകലതും ഉപേക്ഷിച്ച് ഞാൻ അവളെ രക്ഷിക്കാൻ ശ്രമിക്കുക. എന്നിട്ടും അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ നിമിഷം ബാലേന്ദ്രൻ വരും. ഇന്ന് അച്ഛനും മക്കളും ജീവിച്ചിരിക്കില്ല. അരുന്ധതിയുടെ അമ്മ വന്നില്ലേ? ബാലേട്ടൻ ഗുരുവായൂർ പോയതാന്ന് അരുന്ധതി പറഞ്ഞിരുന്നു. ഞാനവരോട് പറഞ്ഞിട്ടില്ല. അമ്മയെ ഞാൻ കണ്ടു. വരാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല അമ്മ. അമ്മയുടെ വലത്തേക്കാലിനൊരു നീര് വരാറുള്ള കാര്യം നീ പറയാറില്ലേ? അതിത്തവണ നേരത്തെ വന്നു. നടക്കാൻ ഇത്തിരി വിഷമമുണ്ടായിട്ടും എന്റെ കൂടെ ഇറങ്ങിയതായിരുന്നു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. നിന്റെ ചികിത്സയുടെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ തന്നെ അമ്മയുടെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. സൗകര്യം പോലെ ഒരു ദിവസം ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. വെറുതെ വെക്കണ്ട. അച്ഛനും ഏട്ടന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു ഇഷ്ടക്കേട് കാണിച്ചു. എത്രയായാലും മനുഷ്യരല്ലേ. ഞാനും അത്ര കാര്യമാക്കിയില്ല. എന്താ ഇത്? അമ്മ വരും. അമ്മ ഞാൻ കൊണ്ടുവരും. എന്താ ഇത്? ഞാനല്ലേ പറയുന്നത്? എന്തിനാ കരയുന്നത്? കരയല്ലേ? ഇനി പോയിട്ട് അത് കൊണ്ടുവരും. ശരി.
പച്ചമരുന്നിന്റെ ലിസ്റ്റ് തന്നാ അത് വാങ്ങാനുള്ള ഏർപ്പാടുണ്ടാക്കാം. വേണ്ട, അതൊക്കെ ഞാൻ കൊണ്ടുവരും. മരുന്നുകളൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യണതാ, കഴിക്കില്ല. ഓ മാവാ. എന്താടാ? രമണിയുടെ ആലോചനക്കാര് ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വരാമെന്നാ പറഞ്ഞത്. വരട്ടെ, ഇതിന്റെ കൂടെ അത് നടക്കട്ടെ. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യ? അവരെത്ര പേരുണ്ടാവുന്ന പറഞ്ഞത്? 30 പേര്. വരുന്നവർക്കെല്ലാം വെറും കാപ്പിയാക്കണ്ട, സദ്യ തന്നെ ആവല്ലേ? വാം വാം. പലഹാരം കഴിക്കാനും സദ്യ ഉണ്ണാനും ഇവിടെ ആരും നാളെ വരണ്ടെന്ന് അച്ഛനോടൊന്ന് പറയൂ. എന്തേ? എന്റെ കല്യാണമാണോ ബാലേട്ടാ ഈ വീട്ടിലെപ്പോഴത്തെ വലിയ പ്രശ്നം? എല്ലാ ചികിത്സയും കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ ബാലേട്ടൻ അരുന്ധതിയെ തിരിച്ചു കിട്ടണേന്ന് മനസ്സിലേക്ക് പ്രാർത്ഥിക്കാൻ ഞാൻ. ചികിത്സയ്ക്കൊക്കെ ഒരുപാട് പണം വേണം. അത് മറന്ന് ഉള്ള പണമൊക്കെ സദ്യ നടത്തിയും സ്വർണം വാങ്ങിച്ചും കളയാൻ ഞാൻ സമ്മതിക്കില്ല. അതൊന്നും നീ ചിന്തിക്കണ്ട. നിന്റെ വിവാഹം നടത്തണം, നടന്നേ പറ്റൂ. നടക്കും. എനിക്ക് വിവാഹം ഉണ്ടാവും, കുടുംബം ഉണ്ടാവും. പക്ഷേ ഇപ്പോഴല്ല. ഇപ്പൊ അതിനെ പറ്റി സമയമല്ല. എന്തിനാ ഇപ്പൊ ഇങ്ങനൊക്കെ? ഈ സമയത്താണോ അമ്മാവനെ ഇങ്ങനെ? സാരില്ല, ഇതൊരു വട്ടാണെന്ന് കരുതിയാൽ മതി. ബാലേട്ടൻ എപ്പോഴും പറയാറില്ലേ, അതേ വട്ട്. മോനെ, ധാര തുടങ്ങാന്ന് വൈദ്യുതി പറയണു. അതിനു മുമ്പ് വിളക്ക് കൊളുത്തി അവളെ കൊണ്ട് തൊഴിക്കല്ലേ? Thank you.